ഇവർ വിവാഹിതരായ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ അഞ്ജനയ്ക്കാണെങ്കില് ഭൂമിയാണെങ്കില് അജയുമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടല്ലോ. അങ്ങനെ നേരെ നമ്മളെ അഞ്ജനയാണെങ്കില് നമ്മളെ സത്യൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, "വലിയച്ഛാ വലിയച്ഛാ, താഴെ ഒരു അൺനോൺ ലേഡി വന്നിരിക്കുന്നു. ആ അവളാണെങ്കിലേ അജയ് അടുത്താണെങ്കിൽ തട്ടിക്കേറിയൊക്കെ സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്." "ആഹാ, അത്രയൊക്കെ ആയോ?" എന്നൊക്കെ നമ്മളെ സത്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയും, "ആ." അപ്പം നമ്മളെ സത്യം ചോദിക്കുന്നുണ്ട്, "മോളൊന്നും പറഞ്ഞു." "ആ വലിയച്ഛാ, ഞാൻ പറഞ്ഞു." അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിക്കുവാണേ, "നീ ആരാണെന്ന്?" ഞാൻ അവളുടെ അടുത്ത് ആരാണെന്ന് ചോദിച്ചപ്പം അവൾ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിക്കുന്നത്, "നീ ആരാണെന്ന്?" ആ വന്നിട്ട് ഞാൻ അവളെ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാം, "അന്നാ ഞാൻ നിന്റെ കൈ അടിച്ച് ഞാൻ ഒടിക്കുമെന്നൊക്കെ പറഞ്ഞെന്ന്" പറയുന്നുണ്ട്. അപ്പം നമ്മൾ സത്യം പറഞ്ഞു, "ആഹാ, അത്രയ്ക്കായോ അവള്? എൻ്റെ മോളടുത്ത് സംസാരിക്കാനും തറുതല പറയാനും ആയോ? എന്നാലും അവളെ ഞാൻ വെറുതെ വിടത്തില്ലല്ലോ. മോള് വാന്നും പറഞ്ഞിട്ട് നമ്മളെ സത്യനും അഞ്ജനയും കൂടെ താഴോട്ട് പോകുന്നുണ്ട് ട്ടോ. ആ സമയത്ത് നമ്മളെ ഭൂമിയാണെങ്കിൽ അവിടെ തറവാട്ടിലേക്ക് വലത് കാല് വെച്ച് കയറുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഭൂമിയാണെങ്കിൽ ആ വലത് കാല് വെച്ച് കയറുന്ന സമയത്ത് നമ്മളെ ഭൂമിയുടെ കൊച്ചിലത്തെ ആ ഫോട്ടോയും കാണിക്കുന്നുണ്ട് കേട്ടോ. 2.5 വയസ്സുള്ള ആ ഒരു ഭൂമിയും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ വലത് കാല് വെച്ചൊക്കെ സ്വന്തം തറവാടെന്ന് അറിയാതെ തന്നെ തറവാടിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കയറുന്ന സമയത്ത് നമ്മളെ ഭൂമിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ അവിടെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മളെ സത്യനാണെങ്കിലും ഭൂമിയെ കാണുന്നുണ്ട്. അത് കണക്ക് തന്നെ ഭൂമിയാണെങ്കിലും സത്യനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പം നമ്മളെ സത്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, "മോളെന്താ ഇവിടെയെന്ന്?" ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഭൂമി പറയുന്നുണ്ട്, "ഇവിടുത്തെ പൂജയ്ക്കുള്ള പ്രസാദവും ഉണ്ണിയപ്പവും പായസവും എല്ലാം കൊണ്ടുവന്നത് ഞാനാണെന്ന്" പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഭൂമി ചോദിക്കുന്നുണ്ട്, "സാറെന്താ ഇവിടെയെന്ന്?" ചോദിക്കുമ്പോൾ, "ഇത് എൻ്റെ വീടാടോ" എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഭൂമിയാണെങ്കിൽ ഒന്ന് ചമ്മി കണക്കിട്ട് ഭൂമി പറയുന്നുണ്ട്, "അപ്പം CI അജയ് സാറ് അതെൻ്റെ പെങ്ങളെ മോനാണെന്നൊക്കെ നമ്മളെ സത്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ സത്യം ചോദിക്കുന്നുണ്ട്, "മോളെ പേര് ഭൂമിജ എന്നല്ലേ ഫുൾ പേരെന്നൊക്കെ?" ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ ഭൂമി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, "എന്തായി മോളെ മോളെ PSC ടെസ്റ്റ് മോളത് ട്രൈ ചെയ്യുന്നില്ലേ? ഇന്നത്തെ പത്രത്തിൽ ഇതിനൊക്കെ എൻ്റെ പരസ്യമൊക്കെ കണ്ടായിരുന്നല്ലോ. മോള് PSC എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. മോൾക്ക് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ" എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഭൂമി പറയുന്നുണ്ട്, "അപ്പോൾ അതിനുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." അപ്പോഴത്തേക്കും നമ്മളെ സത്യം പറയുന്നുണ്ട്, "ഇല്ല മോളെ മോളെ എഴുതണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മോള് കേൾക്കത്തില്ലേ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഭൂമി പറയുന്നുണ്ട്, "ആ ഞാൻ കേൾക്കാം. എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ" പറഞ്ഞിട്ട് നമ്മളെ സത്യനാണെങ്കിൽ ഭൂമിയെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്താണെങ്കിൽ നമ്മളെ അഞ്ജനയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അഞ്ജനയാണെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഞ്ജന പറയുന്നു, വലിയച്ഛനെയും അവള് കയ്യിലെടുത്തെന്നൊക്കെ പറഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ആൾദ അവിടുന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്കിളേന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ആൾദ പറയുന്നത്, "അങ്കിളോ? എന്നെയോ? അങ്കിളായുള്ള പ്രായമൊക്കെ എനിക്കുണ്ടോ?" നമ്മളെ എൽദ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ അഞ്ജന ചോദിക്കുന്നുണ്ട്, "അപ്പോൾ പിന്നെ എന്താ വിളിക്കണ്ടേ?" "ആ എന്നെ ബ്രദർന്ന് വിളിച്ചാൽ മതി" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ അഞ്ജന പറഞ്ഞു, "അതെ ബ്രദറെ, ഇവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. അവള് ഭയങ്കര അഹങ്കാരി. എല്ലായിടത്തും ആണെങ്കിൽ തട്ടിക്കേറുകയൊക്കെ ചെയ്യുന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവളുടെ അടുത്തൊന്ന് ചോദിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്." അപ്പം നമ്മളെ ആൾദ പറയുന്നത്, "എന്നാ ശരി, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. വാ നമുക്ക് പോയി ചോദിക്കാന്നൊക്കെ" പറഞ്ഞിട്ട് നമ്മളെ അഞ്ജനയും കൂട്ടിക്കൊണ്ട് ആൾദ ആണെങ്കിൽ നേരെ നമ്മളെ ഭൂമിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഭൂമിയെ കാണുമ്പോഴത്തേക്ക് ആൾദ, "ആ ഇതാര് ഭൂമിജയോ? എന്തുണ്ട് സുഖാണോടെ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. "ഇപ്പം എങ്ങനെയുണ്ട്? പഴയ ആ തരികിട പരിപാടിയൊക്കെ ഉണ്ടോ കയ്യിലെന്നൊക്കെ?" ചോദിക്കുമ്പോഴത്തേക്ക്, "ഏയ് അങ്ങനൊന്നുമില്ല. ഈ തരികിടകളെ കാണുമ്പോൾ മാത്രമേ നമ്മൾ ആ തരികിട പരിപാടി ഇറക്കത്തുള്ളൂ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ആൾദ പയ്യെ അഞ്ജനയെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മള് ആൽദയും അഞ്ജനയും കൂടെ ഇന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആൽദ പറയുന്നുണ്ട്, "എന്നാ ശരി ഞാനങ്ങ് പോട്ടെ. ഇവിടത്തൊക്കെ തന്നെ ഉണ്ടാവും" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ആൽദ പറഞ്ഞിട്ട് പോകുന്നത്, "അയ്യോ പുലിമടയിലാണല്ലോ ഇവളെന്നെ കൊണ്ടിടാൻ നോക്കിയെന്നൊക്കെ" പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആൽദ അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അഞ്ജനയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഇവളടുത്ത് ദേഷിച്ച് സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മള് ആൽദയുടെ അടുത്തോട്ട് നമ്മളാ അഞ്ജന പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, "എന്താ ബ്രോ അവളടുത്ത് സംസാരിക്കാതിരുന്നേ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രദർ എന്താ അവളെ വഴക്ക് പറയാഞ്ഞേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മള് ആൽദ പറയുന്നത്, "അതേ പിന്നേന്ന്" ഇങ്ങനെ പറയുന്ന സമയത്ത്, "അതെന്താ ഇവിടെ പിന്നെ അജയും ആ പെണ്ണുമായിട്ട് എന്തെങ്കിലും അഫെയർ ഉണ്ടോന്ന്?" ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മള് ആൽദ പറയുന്നത്, "ആ ഒരു വക്കീലിന് കള്ളമൊക്കെ പറയാന്നൊക്കെ" ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. "ആ അതെ അവര് തമ്മിൽ അഫെയർ ഉണ്ട്. 1 വർഷമായി തുടങ്ങിയിട്ട്. ഭയങ്കര പ്രണയാന്നൊക്കെ" ഇങ്ങനെ നമ്മള് ആൽദ പറയുന്നുണ്ട് ട്ടോ. ഇത് കേൾക്കുകയാണെങ്കിൽ നമ്മളെ അഞ്ജനയ്ക്കാണെങ്കിൽ ആകെ കലി തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ അത് പറഞ്ഞിട്ട് നമ്മളെ ആൽദ ആണെങ്കിൽ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ അഞ്ജനയും അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഭൂമിയാണെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ സോഫയിൽ വെക്കുന്നുണ്ട് ട്ടോ. ആ സമയത്ത് നമ്മളെ സംഗീതയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ സംഗീത പറയുന്നുണ്ട്, "ആ ഭൂമി പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നോന്നൊക്കെ" ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഭൂമി പറയുന്നുണ്ട്, "ആ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു സാധനം മാത്രം കൊണ്ടുവന്നില്ല. അപ്പോൾ അത് അച്ഛൻ കൊണ്ടുവരുമെന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. എന്നിട്ട് മേഡം എന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മളെ സംഗീതയെ. അപ്പോൾ സംഗീത പറയുന്നുണ്ട്, "എന്തിനാ മോളെ എന്നെ മേഡം എന്ന് വിളിക്കുന്നത്? മേഡം എന്നൊന്നും വിളിക്കണ്ട. എന്നെ ആന്റി എന്ന് വിളിച്ചാൽ മതി." അപ്പം നമ്മളെ ഭൂമി ചോദിക്കുന്നുണ്ട്, "അങ്ങനെ വിളിക്കാവോ?" എന്നൊക്കെ ചോദിക്കും. "പിന്നെന്താ വിളിച്ചാല്?"
അഞ്ജനയാണെങ്കിൽ പോയിട്ടാണെങ്കിൽ വന്ന് ഭവാനിയെ കൂടെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞത് കണ്ടോ അമ്മേ, അവളാണെങ്കിൽ ആദ്യം വലിയമ്മാവനെ കൈക്കലെടുത്തു. ഇപ്പൊ കണ്ടില്ലേ ഇതോ അപ്പച്ചിയും ത്തും ഭയങ്കര സ്നേഹത്തിൽ നിന്ന് ഒലിപ്പിച്ചൊക്കെ നിന്ന് സംസാരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവര് സംസാരിക്കുന്നതിനിടയ്ക്ക് മുത്തശ്ശി ഇങ്ങനെ നാമമൊക്കെ ജപിച്ചോണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അഞ്ജനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, "നീ സാരി ഉടുത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ സാരിയാ ഉടുക്കാൻ ഉള്ളേന്നൊക്കെ പറഞ്ഞില്ലേ?" എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഭവാനി പറയുന്നുണ്ട്, "അമ്മേ അവള് രാവിലെ എഴുന്നേറ്റപ്പം ലേറ്റ് ആയിപ്പോയി അമ്മേ. അതാ പിന്നെ അവള് സാരി ഉടുക്കാഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്." അപ്പം മുത്തശ്ശി പറഞ്ഞു, "ഓഹോ എന്നെ അനുസരിക്കാതായോ? എന്നെ അനുസരിക്കാത്തവരാണെങ്കിൽ ഈ പടിയുടെ പുറത്ത് പോയിട്ട് എന്ത് വേണമെങ്കിലും കാണിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ എന്നെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ മുത്തശ്ശി പോകുന്നത് ഭൂമിയുടെ അടുത്തേക്കാട്ടോ. അപ്പോൾ ഭൂമി കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം വെച്ചാൽ ഭൂമിയാണെങ്കിൽ സാരിയൊക്കെ ഉടുത്തുകൊണ്ടൊക്കെ വന്ന് കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, "ഭൂമി നീ വന്നോന്ന്?" ചോദിക്കുമ്പോൾ, "ആ ഞാൻ വന്നെന്ന്" പറയുന്നത്. അപ്പം പായസം കൂടെ കൊണ്ടുവരാനുണ്ട് മുത്തശ്ശി. അതാണെങ്കിൽ അച്ഛനിപ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും ക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഭൂമി സാരി ഉടുത്തിട്ടൊക്കെ വന്ന് കാണുമ്പോൾ. അപ്പം സംഗീത പറയുന്നുണ്ട്, അമ്മേ ഭൂമി പറയുന്ന കേട്ടോ, ഭൂമി സ്വപ്നത്തിൽ ഈ വീടും സ്ഥലമൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറഞ്ഞു, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീടും സ്ഥലമൊക്കെ സ്വപ്നത്തിൽ കാണാൻ ഞാൻ ആര് പറഞ്ഞു? ഞാൻ കേസ് കൊടുക്കുമെന്ന് പറയും. അപ്പം ഭൂമി പറഞ്ഞു, മുത്തശ്ശി കേസൊന്നും കൊടുക്കത്തില്ലെന്ന് എനിക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം അഞ്ജലിക്കും ഭവാനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഭവാനി പറയുന്നുണ്ട്, "ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് സാരി ഉടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും വയ്യ വൃത്തികെട്ട വേഷമൊന്നും ഉടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട്." അങ്ങനെ പിന്നെ ഭൂമിയാണെങ്കിലും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വേടിക്കാൻ വേണ്ടി ഭൂമി ഇങ്ങനെ കുനിയുന്ന സമയത്ത് ആ ഒരു മാലയുണ്ടല്ലോ ആ കുടുംബ പാരമ്പര്യമായിട്ടുള്ളൊരു മാല. ആ മാലയാണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പിന്നെ അതാണെങ്കിൽ അങ്ങ് സാരിയുടെ ഇടയിലോട്ടൊക്കെ കേറി പോവുകയൊക്കെ മുത്തശ്ശിയാണെങ്കിൽ ഭൂമിയടുത്ത് പറയുന്നുണ്ട്, "മോളെ എന്തായാലും ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് മോള് പോയാൽ മതി" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭൂമി ചോദിക്കുന്നുണ്ട്, "അത് മുത്തശ്ശി ഇത് കുടുംബ പൂജയല്ലേ?" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, "ആ മോൾക്ക് ഇവിടുത്തെ കുടുംബത്തിന്റെ മെമ്പർഷിപ്പ് ഞാൻ തരാന്നൊക്കെ" മുത്തശ്ശി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഭൂമിയാണെങ്കിൽ പറയുന്നുണ്ട്, "മുത്തശ്ശി അച്ഛൻ വരാന്ന് പറഞ്ഞു, കണ്ടില്ല ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്നൊക്കെ" പറഞ്ഞിട്ട് ഭൂമി പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ ഭൂമിയാണെങ്കിൽ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ അച്ഛനെ കാണുന്നില്ല. കാണാത്തപ്പോഴത്തേക്കാണെങ്കിൽ ഭൂമിയാണെങ്കിൽ പറയുന്നുണ്ട്, "അയ്യോ അച്ഛനെ വരാൻ പറയണ്ടായിരുന്നു, അച്ഛൻ്റെ അടുത്ത് വിളിക്കണ്ടായിരുന്നു, ഒന്നാമതെ വയ്യാതിരിക്കുവാണെന്നൊക്കെ" പറഞ്ഞിട്ട് ഭൂമിയാണെങ്കിൽ അംബികയെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, "അമ്മേ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയോന്നൊക്കെ" ചോദിക്കുമ്പം അംബിക പറയുന്നത്, "ആ ഇറങ്ങി മോളെ, ഇപ്പം എത്താറൊക്കെ ആയി കാണുമായിരിക്കും" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഭൂമി പറയുന്നുണ്ട്, "അപ്പം അച്ഛൻ ഇതുവരെയ്ക്കും വന്നില്ല അമ്മേ" എന്നൊക്കെ പറയുമ്പം, "ആ പുതിയ സ്ഥലമല്ലേ, അപ്പം അച്ഛൻ പയ്യെ വരുന്നതായിരിക്കും മോളെ" എന്നൊക്കെ പറയുന്നുണ്ട്. "അച്ഛൻ അങ്ങ് എത്തിക്കോളും, മോള് ടെൻഷൻ ആവണ്ടെന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഭൂമിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ടെൻഷനായിട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നാണെങ്കിൽ അവിടെ പൂജയൊക്കെ എല്ലാം തുടങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും ഭവാനിയുടെ അടുത്താണെങ്കിൽ അഞ്ജന പറയുന്നുണ്ട്, "അമ്മേ എന്റെ മൈൻഡ് പോലും ശരിയാവുന്നില്ല." അങ്ങനെ ഭവാനിയാണെങ്കിൽ അഞ്ജനയുടെ അടുത്ത് പറയുന്നുണ്ട്, "നീ പോയി അജയ് അടുത്ത് പോയി ഇരിക്കാനൊക്കെ" പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജനയാണെങ്കിൽ അജയുടെ അടുത്ത് പോയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ അൽദയെ മാറ്റിയിട്ടൊക്കെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഭൂമി അങ്ങോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്ത് അഞ്ജന ഭൂമിയെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അജയുടെ കയ്യിലൊന്ന് കയറി മുറുക്കിയൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അജയ്ക്കാണെങ്കിൽ ആ ദേഷ്യം വരുന്നുണ്ട് അഞ്ജന ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക്. അപ്പം അൽദോടുത്ത് ചോദിക്കുന്നുണ്ട്, "നീ എന്തിനാ എണീറ്റ് പോയെന്നൊക്കെ" ചോദിക്കുമ്പോൾ, "ഞാനെന്താ വേണം, നീ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ, ഇപ്പം അവള് വന്ന് അടുത്തിരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ പൂജ നടക്കുന്ന സമയത്ത് സംഗീതയും ഭർത്താവുമാണ് ആദ്യം പൂജയ്ക്കൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ പൂജാരി പറയുന്നുണ്ട്, ആദ്യം ഒരു ഹാരം എടുത്തോണ്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ വേലക്കാരി ചേച്ചി പോയി എടുത്തോണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, "1 പോരാ 2 വേണമെന്നൊക്കെ" പറയുന്നുണ്ട്. പിന്നെ പൂജാരി ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ കർപ്പൂരം കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ ശാന്തയാണെങ്കിൽ കർപ്പൂരം എടുക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സമയത്ത് ഭവാനി പറയുന്നുണ്ട്, "ശാന്തന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാൻ, ചുമ്മാ ഓരോന്നോരോന്നിനും പോകാൻ വേണ്ടിയൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ" ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അജയ് പറയുന്നുണ്ട്, "ആന്റി ശാന്തേച്ചിയെ വഴക്ക് പറയണ്ട, ശാന്തേച്ചി ഒറ്റയ്ക്കല്ലേ എല്ലാമൊക്കെ ചെയ്യുന്നതെന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ് പറയുന്നുണ്ട്, "ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന്" പറയുന്ന സമയത്താണെങ്കിൽ അഞ്ജന അജയെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി പറയുന്നുണ്ട്, "ഞാനും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ" പറഞ്ഞ് ഭൂമിയാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ഈ ശാന്തേച്ചിയുടെ കൂടെ എല്ലാം പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തൊക്കെ നിരത്തിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്നേഹവും ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഭൂമിയുടെ അടുത്താണെങ്കിൽ. അപ്പം സത്യനാണെങ്കിലും ഭൂമിയെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ എല്ലാ ജോലിയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഭൂമിയാണെങ്കിൽ പുറത്തോട്ട് അച്യുതനെ തിരക്കി പോകുന്നുണ്ട്. അപ്പം നോക്കിയിട്ടാണെങ്കിൽ അവിടെ അച്യുതനെ കാണുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ അച്യുതൻ അവിടെ വരുന്നുണ്ട്. വന്നിട്ട് വീടൊക്കെ നോക്കിയിട്ട് ഇത് തന്നെയാണോ വീടെന്നൊക്കെ അച്യുതനൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിട്ട് നോക്കുന്ന സമയത്ത് ഭൂമിയുടെ സ്കൂട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പം എന്തായാലും സ്ഥലം തെറ്റിയിട്ടില്ല, ഇത് തന്നെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഒരു എപ്പിസോഡും കൂടെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പം 8:30 തൊട്ട് 9:30 വരെ ഉണ്ട്. 1 മണിക്കൂറാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോഴത്തേക്ക് ഇനി അടുത്ത എപ്പിസോഡ് വരുമ്പം അടുത്ത അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.